പപ്പായ കൃഷിയിൽ പല കർഷകരും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നമാണ് റെഡ് ലേഡി പോലുള്ള പപ്പായ തൈകളെ വിത്തിട്ട് മുളപ്പിക്കുമ്പോൾ മാതൃസസ്യത്തിന്റെ അതേ ഗുണം പലപ്പോഴും ലഭിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ട് ചെയ്ത തൈകൾ വീണ്ടും ഉപയോഗിക്കേണ്ടി വരുന്നു. പപ്പായ കൃഷിയുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പേ 2 വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രധാനമായും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു വരുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാനായി ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പപ്പായ കൃഷിയിൽ ഒരു കർഷകൻ നേരിടുന്ന പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തേത്, റെഡ് ലേഡി പോലുള്ള ഇനങ്ങൾ കൃഷി ചെയ്യുമ്പോൾ മാതൃസസ്യത്തിന്റെ അതേ ഗുണം പലപ്പോഴും ലഭിക്കാറില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവയാണ്. സാധാരണയായി ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ ഉണ്ടാകുന്ന തലമുറയ്ക്ക് മാതൃസസ്യത്തിൽ നിന്നും വ്യത്യസ്തമായി അല്പസ്വല്പം വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അതുപോലെ തന്നെ റെഡ് ലേഡി പോലുള്ള ഹൈബ്രിഡ് ഇനങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാൽ പലപ്പോഴും നമ്മുടെ നാട്ടിലെ നാടൻ പപ്പായ തൈകളുമായി പരാഗണം നടക്കുന്നത് കൊണ്ടുമാകാം ഇങ്ങനെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ വിത്തിട്ടുകൾ ഏർപ്പിക്കുമ്പോൾ ആൺ തൈകൾ ഉണ്ടാകുന്നുവെന്നതും വിത്തില്ലാത്ത ഹൈബ്രിഡ് ഇനങ്ങളുടെ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്തതുമാണ് കർഷകർ നേരിടുന്ന മറ്റ് 2 പ്രശ്നങ്ങൾ. ഈ പ്രശ്നത്തെ നമുക്ക് കായിക പ്രത്യുൽപാദനത്തിലൂടെ പരിഹരിക്കാൻ സാധിക്കും. അതിനായി നമുക്ക് എയർ ലെയറിങ്, മൗണ്ട് ലെയറിങ് തുടങ്ങിയ കായിക പ്രത്യുൽപാദന മാർഗങ്ങൾ ഉപയോഗിക്കാം. എയർ ലെയറിങ് എന്നാൽ ഒരു പപ്പായ ചെടിയുടെ സൈഡിലേക്ക് മുളച്ചു വരുന്ന ചെറിയ ശിഖരങ്ങളിൽ വേര് മുളപ്പിച്ച് പുതിയ സസ്യമാക്കി മാറ്റുന്ന രീതിയാണ്. ഇനി നമുക്ക് മൗണ്ട് ലെയറിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു പപ്പായയുടെ മാതൃവൃക്ഷം നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. ഈ പപ്പായ ചെടിയുടെ തായ് തണ്ടിനെ ഏകദേശം മണ്ണിൽ നിന്നും 15 സെന്റിമീറ്റർ മുകളിലായി നമുക്ക് മുറിച്ചു മാറ്റാം. മുറിവിനുള്ളിൽ മഴവെള്ളമിറങ്ങി ചീഞ്ഞു പോകാതിരിക്കാൻ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ആ മുറിവ് പൊതിയണം. തുടർന്ന് കുറച്ചുകാലം നമ്മൾ കാത്തിരുന്ന് കഴിയുമ്പോൾ അതിനു ചുറ്റും ധാരാളം ശിഖരങ്ങൾ ഉണ്ടായിരിക്കുന്നത് കാണാൻ സാധിക്കും. ആ ശിഖരങ്ങൾക്ക് അല്പം ഉയരം വെച്ച് കഴിയുമ്പോൾ അവയുടെ ചുവടുഭാഗം, അതായത് നമ്മുടെ മാതൃവൃക്ഷത്തിന്റെ തായ്തടി മുഴുവൻ മണ്ണിനടിയിലാവുകയും പുതിയതായി ഉണ്ടായ ശിഖരങ്ങൾ മണ്ണിന് മുകളിൽ നിൽക്കുന്ന രീതിയിൽ മണ്ണുകൊണ്ട് മൂടാം. ഏകദേശം 1 മുതൽ 2 മാസം വരെ കഴിയുമ്പോൾ ആ തായ്തടിയും ശിഖരങ്ങളുമായി ചേരുന്ന ഭാഗത്തു നിന്നും ധാരാളം വേരുകൾ രൂപപ്പെടും. അങ്ങനെ വേരുകൾ രൂപപ്പെട്ട ശാഖയെ നമുക്ക് വേർപെടുത്തി പുതിയ സസ്യമാക്കി വളർത്താൻ സാധിക്കും. ഈ രീതിയിൽ രൂപപ്പെടുന്ന തൈകൾക്ക് മാതൃസസ്യത്തിന്റെ അതേ ഗുണമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആന്റണി ടോം.